നമസ്കാരം, ഞാൻ ഷെറിൻ പോൾ, എറണാകുളം വൈറ്റില സ്വദേശിയാണ്. 2022 ഞാൻ ഇന്തോനേഷ്യയിലൂടെ ഏകദേശം 20 ദിവസം നീണ്ടുനിന്ന ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച യാത്രയുടെ അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ നാടായിട്ടുള്ള കൊച്ചിയിൽ നിന്നാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. ഞാൻ നേരെ ഒരു ട്രെയിൻ എടുത്ത് തിരുവനന്തപുരത്തേക്കാണ് പോയത്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് തമ്മിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം നോക്കുമ്പോൾ കൊച്ചിയിൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നത് സ്കൂട്ട് എയർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർലൈനിൽ സിംഗപ്പൂർ വഴിയാണ് യാത്ര. ബാലിയിലോട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. ശരിക്കും ഇന്തോനേഷ്യനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്നും ഒക്കെ മനസ്സിലായത്. ശരി, നമുക്ക് പെട്ടെന്ന് ഇന്തോനേഷ്യ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു രാജ്യമാണെന്ന് പെട്ടെന്നൊരു ഫീലുണ്ട്. പക്ഷേ ഇത് നീളത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഏകദേശം 17,000 കൂടുതൽ ദ്വീപുകൾ അടങ്ങിയിട്ടുള്ളൊരു രാജ്യമാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. 4ാം സ്ഥാനമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ഇത് നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു രാജ്യത്തിൻ്റെ വലിപ്പം മനസ്സിലാവുന്ന ഇല്ലയെന്നേ ഉള്ളൂ. ശരിക്കും കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയുള്ള നീളം നോക്കിക്കഴിഞ്ഞാൽ 5,000 കൂടുതൽ കിലോമീറ്റർ നീളമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ശരിക്കും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 11 മണിക്കാണ് യാത്ര തിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ 10 മണിയോട് കൂടിയാണ് നമ്മൾ ബാലിയിൽ ചെന്നിറങ്ങുന്നത്. എയർപോർട്ടിൽ തന്നെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്തൊരു രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഓണറേൽ വിസയാണ്. പക്ഷെ നമുക്ക് അവിടെ പൈസ കൊടുക്കണം. $34 എനിക്ക് അന്ന് റേറ്റ് ആയത്. നമുക്ക് അവർ ചോദിക്കും നമ്മളോട് ഏത് കറൻസിയാണ് നിങ്ങളുടെ ഉള്ളത്. പക്ഷേ ഇന്ത്യൻ മണി പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ചോദിച്ചത് ഒന്നില്ലെങ്കിൽ ഇന്തോനേഷ്യൻ കറൻസി കൊടുക്കണം, അല്ലെങ്കിൽ ഡോളർ കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഡോളർ ഉള്ളത് കൊണ്ട് ഞാൻ ഡോളർ കൊടുത്തു. ബാക്കി പൈസ എനിക്ക് തന്നത് ഇന്തോനേഷ്യൻ കറൻസിയാണ്. ഇന്തോനേഷ്യൻ കറൻസി എന്ന് പറയുന്നത് റുഫിയ എന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാര്യങ്ങളും അതായത് എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിലോട്ട് പോകാനായിട്ട് ഞാൻ അവിടെ സാധാരണ രീതിയിൽ എല്ലാ എയർപോർട്ടിലും ടാക്സി കിട്ടും. എയർപോർട്ടിൽ ഇഷ്ടംപോലെ ടാക്സി ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ ഇവിടുത്തെ യൂബറില്ലേ അതേപോലെ തന്നെ അവിടെ നമുക്ക് ഓൺലൈൻ ടാക്സികൾ കിട്ടും. അതിന് ഗ്രാബ്, ഗോജക്ക് എന്നൊക്കെ പറയുന്ന ടാക്സി സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ തന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്രാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തത്. കുറച്ചും കൂടി ചിലവ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടാക്സി ബുക്ക് ചെയ്തു. ഈ ടാക്സിക്ക് വന്ന റേറ്റ് 1.5 ലക്ഷമാണ്. അതായത് 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്തോനേഷ്യൻ കറൻസിയാണ്, രൂപയല്ല. ഇന്തോനേഷ്യൻ കറൻസി റുഫിയാണ്. അപ്പോൾ 1.5 ലക്ഷം റുഫിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 800-850 രൂപ വരും. പക്ഷെ 2.5 കിലോമീറ്റർ മാത്രമേ പോകാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും ഇത്ര റേറ്റ് 800 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വന്നു. ഈ നോട്ട് ഭയങ്കര വലുതാണെങ്കിലും എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഇന്തോനേഷ്യ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയുള്ള ചിലവുകൾ എക്സ്പെൻസ് അങ്ങനെയാണ്. നോട്ടിൻ്റെ വലിപ്പം കൂടുതലാണ്. അതായത് 1 ലക്ഷത്തിൻ്റെ നോട്ട് നമുക്ക് ഇന്തോനേഷ്യ ചെന്ന് കഴിഞ്ഞാൽ കാണാം. 1 ലക്ഷം നോട്ടെന്ന് പറഞ്ഞാലും 50,000-ൻ്റെ നോട്ടുണ്ട്, പിന്നെ 10,000-ൻ്റെ നോട്ടുണ്ട്. വളരെ രസമാണ്. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ എക്സ്പെൻസൊക്കെ സെയിം തന്നെയാണ്. അതുമാത്രമല്ല, ഈ 1 ലക്ഷത്തിൻ്റെ കറൻസിനെ ഇവർ പറയുന്നത് 100 എന്നാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം വാങ്ങിക്കാനാണെങ്കിൽ അതിന് 2 ലക്ഷം ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണ്. പക്ഷേ ഇവർ പറയുന്നത് 200 എന്നായിരിക്കും. അതായത് 0 ഇവർ കുറച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, 200 എന്നോ അല്ലെങ്കിൽ 100 എന്നൊക്കെ പറഞ്ഞാൽ അത് 1 ലക്ഷവും 2 ലക്ഷത്തിൻ്റെ കറൻസിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ ടാക്സിയിൽ നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്, നല്ല വെയിലാണ് ആ സമയത്ത്. അപ്പോൾ വെയിലൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ഞാൻ വീണ്ടും ഒരു ടാക്സി വിളിച്ച് ആദ്യം പോയത് ഉൾവാട്ടു എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിഫിൻ്റെ മുകളിലാണ്. അതായത് ബാലിയിലെ ഏറ്റവും സൗത്ത് ഭാഗത്ത്, ഈ കുട്ട സൗത്ത് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിൽ ഏറ്റവും ഒരു മുനമ്പത്താണ് ഈ ഒരു ഉൾവാട്ടു എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ ഭയങ്കര ഭംഗിയാണ്. നല്ല സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പോകുന്നത് ഒരു 4 മണി ഒരു ടൈമിലാണ്. അപ്പോൾ ശരിക്കും അവിടെ ഒരു 6:30 ശേഷം അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതിന് ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷെ ഞാൻ അതിനുവേണ്ടി നിന്നില്ല. കാരണം ബാക്കി സ്ഥലങ്ങളും കൂടി കാണാനുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ ടെമ്പിളിൽ കയറുമ്പോൾ വേറൊരു കാര്യമുണ്ട്, മുണ്ട് കൊടുക്കണം.
അതായത് ബാലിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ക്ഷേത്രങ്ങൾ കാണാമെന്നുള്ളതാണ്. ഭയങ്കര ഭംഗിയും ഭയങ്കര സംസ്കാരങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ ക്ഷേത്രത്തിൽ കയറുമ്പോഴും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ചില ക്ഷേത്രത്തിൽ കയറുമ്പോൾ ടിക്കറ്റും ഉണ്ട്. ആ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡാണ്, സൗജന്യമായിട്ട് നമുക്ക് മുണ്ട് അതിന് മുമ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വേഷം ഇട്ട് പോയാലും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമ്മളൊരു മുണ്ട് കൊടുത്തിട്ട് വേണം ഈ അമ്പലത്തിലോട്ട് കയറാനായിട്ട്. അത് പല കളറിലുള്ള മുണ്ടാണ് അവർ തരുന്നത്. അപ്പോൾ അങ്ങനെ മുണ്ടെടുത്തിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഇഷ്ടംപോലെ ബീച്ചുകളുള്ള സ്ഥലം കൂടിയാണ്. പതങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചാണ് ഞാൻ കാണാനായിട്ട് പോയത്. ഈ ഒരു ഏരിയയിൽ മൊത്തം ഈ ക്ലിഫ് പോലെയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ഞാനിങ്ങനെ പോകാൻ നേരത്ത് ഗുഹ പോലെ ഉള്ളൊരു ഇതാണ്. അതായത് ബീച്ചിലോട്ട് ഇറങ്ങുന്നത് വലിയ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗുഹ പോലെ ഇങ്ങനെ താഴത്തോട്ട് പടികളുണ്ട്. അപ്പോൾ ഈ പടികൾ ഇറങ്ങി ചെല്ലുന്നത് വിശാലമായിട്ടുള്ള ബീച്ച് ഏരിയയിലാണ്. ഞാൻ അവിടെയൊന്നും ഒരു ഇന്ത്യക്കാരനെ പോലും ആ സമയത്ത് കണ്ടില്ല. പക്ഷേ നിറച്ച് ഫോറിനേഴ്സ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ബീച്ചിൽ അവരുടെ സമയം ചിലവഴിക്കുകയും പിന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളൊരു അടിപൊളി ബീച്ചാണ്. അതിനുശേഷം ഞാൻ വന്ന അതേ ടാക്സി തന്നെയാണ് തിരിച്ച് കുട്ട എന്ന് പറയുന്ന ബീച്ചിലോട്ട് പോകണം. ഈ കുട്ട ബീച്ച് ചെല്ലുമ്പോൾ നേരെ തിരിച്ചാണ്. അവിടെ ഫോറിനേഴ്സ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്തോനേഷ്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലോക്കൽ ടൂറിസ്റ്റുകൾ, അത് സ്കൂൾ കുട്ടികളടക്കം ആ ഒരു ബീച്ച്, കുട്ട ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഒരു 2-3 കിലോമീറ്റർ നീളത്തിലിങ്ങനെ കിടക്കുന്ന ബീച്ചാണ്. അപ്പോൾ അവിടെ ലോക്കൽ ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ആ ബീച്ചിൽ നമുക്ക് സൺസെറ്റ് കണ്ട് ഇങ്ങനെ കിടക്കാനുള്ള ചെയറുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഈ ചെയറിൽ കിടക്കുമ്പോൾ നമുക്ക് മസാജ് ചെയ്ത് തരാനായിട്ട്, കാല് മസാജ് ചെയ്ത് തരാനായിട്ട് ആളുകൾ വരും, നഖം വെട്ടിത്തരാൻ ആളുകൾ വരും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം ഞാൻ ചെയ്തത് പിന്നെ സ്ട്രീറ്റ് ഫുഡ്. നമ്മൾ ഇതുപോലെയുള്ള ബഡ്ജറ്റ് യാത്രകളായതുകൊണ്ട് തന്നെ ഭക്ഷണം കൂടുതലും ഞാൻ കഴിക്കുന്നത് സ്ട്രീറ്റ് ഫുഡുകളാണ്. അപ്പോൾ എക്സ്പെൻസും കുറവാണ്, നമുക്ക് ആ രാജ്യത്തെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും റൂം എടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡ് ഉള്ളതാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. കാരണം അത് നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ ഈ വൈകുന്നേരങ്ങളുടെ സമയത്ത് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കലാണ് നമ്മുടെ സ്ഥിരം പരിപാടി. പിന്നെ ഞാൻ ആ കുട്ട ഏരിയ ഭാഗത്ത് കൂടി ഒരു കുതിര സവാരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അന്നത്തെ രാത്രി റൂമിലോട്ട് പോയി. പിന്നെ ഞാൻ പിറ്റേ ദിവസം നുസ പെന്നിഡ എന്ന് പറയുന്നത് ബാലിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചിലുള്ളൊരു ഏരിയ ആണ്. ശരിക്കും വേറൊരു വേൾഡാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ആംബിയൻസ് അല്ലെങ്കിൽ കുറേ കാട് നിറഞ്ഞ ഒരു ചെറിയൊരു ഐലൻഡാണ്. ബാലിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതേപോലെ ടാക്സി വിളിച്ച ശേഷം, ഞാൻ താമസ സ്ഥലത്ത് നിന്ന് 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ 6:30 ഞാൻ ഇറങ്ങി. 7 മണിക്ക് ഒരു ബോട്ടുണ്ട്. പിന്നെ ഉള്ളത് 8 മണിക്ക്, പിന്നെ ഉച്ചക്കാണ് ബോട്ടൊക്കെ ഉള്ളത്. ഒരു ബോട്ട് വിളിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ നേരെ ചെന്ന വഴി തന്നെ ഒരു വലിയ കുറേ പല ബോട്ട് കമ്പനിക്കാരുണ്ട്. അപ്പോൾ ഈ ബോട്ട് കമ്പനിക്കാരുടെ കൗണ്ടറുകൾ ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ക്യാൻവാസ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാരുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഇഷ്ടംപോലെ ബോട്ട് സർവീസ് നടത്തുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ചെല്ലുമ്പോൾ തന്നെ ഒരാൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോവാണ്. അയാൾ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്തു. ആ ബോട്ടിൻ്റെ കമ്പനിക്കാരൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് റേറ്റ് ആയത് 3 ലക്ഷമാണ്. 3 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്തോനേഷ്യൻ കറൻസിയാണ്. 3 ലക്ഷം റുപ്യ റേറ്റായി. അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ ഈ ബോട്ടിൽ കയറാനായിട്ട് ശരിക്കും ഇതുപോലെ മെയിനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്ക് അപ്പം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഈ ബോട്ട് ഫുള്ളായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എത്രയും നേരത്തെ പോകാൻ പറ്റുമോ നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുത്തത്. എന്തായാലും നമുക്ക് ടിക്കറ്റ് കിട്ടി. നമ്മൾ ബോട്ടിലോട്ട് കയറി നേരെ ചെന്നിറങ്ങുന്നത് നുസ പെന്നിഡ എന്ന് പറയുന്ന ഒരു ഐലൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ജെട്ടിയിലോട്ടാണ്. ഇത് ഈ ബോട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബോട്ട് ജെട്ടിയൊന്നുമില്ല, ഈ ഒരു കടൽ തീരത്തോട്ട് ചെന്ന് ഇറങ്ങണം. നമ്മൾ നേരെ വെള്ളത്തിലോട്ടാണ് ഇറങ്ങണം. കടലിൻ്റെ തീരത്തോട്ട് നമ്മൾ നനഞ്ഞ് തന്നെ നടന്ന് പോകേണ്ടി വരും. ഈ ഒരു നുസ പെന്നിഡ എന്ന് പറയുന്ന ഐലൻഡ് ശരിക്കും ഇതും വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഐലൻഡാണ്. ബാലിയിലെ ഏറ്റവും പ്രശസ്തമായത് ഒന്നാണ്. ഇത് കുറച്ച് ദൂരമുണ്ട്. ഏകദേശം 10-90 കിലോമീറ്റർ നമ്മൾ ചുറ്റിക്കറങ്ങി വരേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പോൾ നമുക്ക് റൗണ്ട് അടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടും. അപ്പം ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഗ്രൂപ്പായിട്ടോ പോകണമെങ്കിൽ അവിടെ കാറും കിട്ടും. അപ്പോൾ ഞാൻ ഒറ്റക്കുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ബൈക്ക് റെൻറ്റിനാണ് എടുത്തത്. പക്ഷേ എന്നോട് പറഞ്ഞ റേറ്റ് കൂടുതലായിരുന്നു.
എന്നോട് 1,50,000 റുപ്പിയ ആണ് റേറ്റ് പറഞ്ഞത്. 1,50,000 എന്ന് പറയുമ്പോൾ ഒരു 800-850 രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് ഉണ്ട്. പക്ഷെ ശരിക്കും ഇത് ഒരു 60,000-65,000 റുപ്പിയ മാത്രമേ ആകുള്ളൂ എന്ന് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ നമ്മളത് എടുത്തു. നമ്മൾ ഓരോ സ്ഥലങ്ങൾ പോകാനായിട്ട് നമ്മൾ ബൈക്കിൽ നമ്മൾ പോയി. ആദ്യം ഞാൻ പോയത് ഗോവ ഗിരിപുത്രി എന്ന് പറഞ്ഞിട്ടൊരു കേവ് ടെമ്പിളുണ്ട്. ഇത് ശരിക്കും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ആ ഒരു ടൈമിൽ കുറേ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആദ്യം പോയത് ഈ ഒരു കേവ് ടെമ്പിൾ കാണാൻ വേണ്ടി. ഇതൊരു ബാലിനീസ് ഹിന്ദു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അമ്പലത്തിലേക്ക് നമുക്ക് മുണ്ടെടുക്കണമല്ലോ. ഇതിന് മുണ്ടെടുക്കാനായിട്ട് പൈസ കൊടുക്കണമായിരുന്നു. 5,000 റുപ്പിയാണ് ആ റേറ്റ് വന്നത്. അത് പുറത്തെ കടയിൽ നിന്ന് കിട്ടും. നമ്മൾ അതൊക്കെ എടുത്ത് നേരെ ഒരു സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് നൂണ്ടിറങ്ങാവുന്ന ഭാഗത്തിനുള്ള ഒരു ഗുഹയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതിനകത്ത് പോയതിന് പണിയാകും എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ഞാൻ നേരെ ആ ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് പയ്യെ ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. കുനിഞ്ഞ് ഇങ്ങനെ പയ്യെ 4 കാലിൽ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നിവർന്ന് നിൽക്കാം. നമ്മൾ അതിശയിച്ച് പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോളാണ്. പിന്നെ അതിൻ്റെ ആ ഗുഹയുടെ ഉള്ളിൽ നമുക്ക് കാണാം ഏകദേശം 300 മീറ്ററോളം നീളമുണ്ട് ഉള്ളിലോട്ട്. അതിൻ്റെ ഉള്ളിൽ കാലാവസ്ഥ തന്നെ വേറെയാണ്. പുറത്ത് നല്ല വെയിലും ചൂടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്തോ പ്രെയർ നടക്കുന്നുണ്ട്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാലിനീസ് ഹിന്ദു ക്ഷേത്രമാണ്, ഒരു കേവ് ടെമ്പിളാണ്. അവിടെ എന്തോ പ്രെയർ നടക്കുന്നുണ്ട്. ഭയങ്കര സൈലൻ്റായിട്ട് ഭയങ്കര ആംബിയൻസും. അവിടെ പിന്നെ ചെറിയ ചെറിയ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് കണ്ണ് കാണുന്നത്, അല്ലെങ്കിൽ കാണില്ല, ഫുള്ള് ഇരുട്ടാണ്. ചില ഭാഗത്ത് ഒരുപാട് വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാം. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ വളരെ സൈലൻ്റാണ്. അപ്പോൾ വളരെ അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് പയ്യെ നടന്നു. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ ടെമ്പിളുകളുണ്ട്. ഇത് ഒറ്റ ടെമ്പിളാണെങ്കിലും ഓരോ ഭാഗത്തും ഓരോ പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കുറേ ഉള്ളിലോട്ട് അങ്ങ് പോയപ്പോൾ അവിടെയും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. നല്ല ഒരു ആംബിയൻസ് തരുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും അതേപോലെ തന്നെ 4 കാലിൽ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമേ നമുക്ക് ഈ ഒരു കുനിഞ്ഞ് നടക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ കവാടം എന്ന് പറയുന്നത് ഒരാൾക്ക് കഷ്ടിച്ച് നൂണ്ടിറങ്ങാവുന്ന ഇത് മാത്രമുള്ള, പക്ഷേ ഉള്ളിലോട്ട് വിശാലമായിട്ടുള്ളൊരു ഗുഹയാണ്. നുസാപ്പനയുടെയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീച്ചുകളാണ്. ഭയങ്കര വേൾഡ് ഫേമസ് ബീച്ചുകളാണ്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ നെക്സ്റ്റ് പോയത് ഡയമണ്ട് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഡയമണ്ട് ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ക്ലിഫാണ്. പക്ഷേ ഭയങ്കര ഈ പച്ച കളറുള്ള കടലും പിന്നെ അവിടുത്തെ അങ്ങനത്തെ ഉള്ളൊരു ബീച്ചാണ്. അതിനുശേഷം പിന്നെ കെലിംകിങ് ബീച്ച്. ഇത് നമ്മൾ ഇപ്പോൾ ബാലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് തന്നെ ആദ്യം വരുന്ന ഫോട്ടോകളിലൊന്നാണ് ഈ കെലിംകിങ് ബീച്ചിൻ്റെ ഫോട്ടോ ആണ്. ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പോകുന്നത് നേരത്തെ പറഞ്ഞാൽ ബൈക്കിലാണല്ലോ. വളരെ ചെറിയ റോഡാണ്. അതായത് 2 വരെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൂടി പോകുന്നൊരു ഫീലാണ് ശരിക്കും ഈ ഐലൻഡിൽ മൊത്തം ഉള്ളത്. അധികം തിരക്കില്ല, ആളുകളില്ല, കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ രസമാണ്. പക്ഷേ പോകുന്ന വഴിയിൽ മൊത്തം കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള മരങ്ങളും ചെടികളൊക്കെയാണ്. കപ്പയുണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്, അങ്ങനെയുള്ള കാഴ്ചകൾ. നമ്മുടെ നാട്ടിൽ കൂടി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൂടി പോകുന്നൊരു ഫീലാണ് നമുക്ക് ഈ ഒരു പിന്നീട് എന്ന് പറയുന്ന ഐലൻഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ആകെയുള്ളത് ടൂറിസ്റ്റുകൾ മാത്രമാണ് കൂടുതലായിട്ടും വഴിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ചാണ്. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കെലിംകിങ് ബീച്ച് ഭയങ്കര രസമുള്ള ഒരു ബീച്ചാണ്. ഇത് ശരിക്കും ഈ ക്ലിഫ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തോട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകണം. ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. കാരണം ഭയങ്കര കുത്തനെ കിടക്കുന്ന സ്റ്റെപ്പുകളാണ്. ഇത് മൊത്തം ഇറങ്ങിത്തരാൻ തന്നെ അരമണിക്കൂറിൽ കൂടുതലെടുക്കും. അത്രയും ദൂരമുണ്ട് താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പച്ച കളറുള്ള ബീച്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഒരു ബൈക്കിലാണല്ലോ. അപ്പോൾ ബൈക്ക് തന്ന സമയത്ത് ഇതിനകത്ത് എന്തോരം പെട്രോളെന്ന് അറിയില്ല. പക്ഷേ ആ തന്ന ആൾ എന്നോട് പറഞ്ഞത് 2 ലിറ്റർ പെട്രോൾ ഇതിനകത്തുണ്ട്. അതായത് 1,50,000 റുപ്പിയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തേക്കണത്. അപ്പോൾ അതിനകത്ത് 2 ലിറ്റർ പെട്രോൾ ഇൻക്ലൂഡാണ്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഈ ഒരു സ്ഥലങ്ങൾ മുഴുവനും കവർ ചെയ്ത് വരാൻ ഈ ഒരു പെട്രോൾ മതിയാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ് പോലെ ഒരു പെട്രോൾ പമ്പും ഉണ്ട്. അത് കൂടാണ്ട് പല സ്ഥലങ്ങളിലും വീടിനോട് ചേർന്നും അതുപോലെ ഒരു പെട്ടിക്കട പോലെ
പെട്രോൾ പമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ബേക്കറി ആയിരിക്കും, ആ ബേക്കറിയുടെ മുമ്പിൽ പെട്രോൾ കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പെട്രോൾ അടിക്കാം. 1 ലിറ്ററിന് 10,000 റുപ്പിയാണ്, നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 50 രൂപയുടെ അടുത്ത് വരും 1 ലിറ്റർ പെട്രോൾ. ആകെയുള്ള പ്രശ്നം ഞാൻ നേരിട്ടത് പെട്രോൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കണ പെട്രോൾ എന്നല്ല, പെട്രോളായിട്ടും പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കണം. പെട്രോളും ഡീസലും എന്നൊക്കെ നമ്മുടെ നാട്ടിൽ എഴുതിയിരിക്കണ പോലെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഇവർക്ക് മനസ്സിലാവണില്ല, കാരണം ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പല ഉള്ളേരിയയിലും പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ഇവർക്ക് ഭാഷ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരും എന്നുള്ളതാണ്. പക്ഷേ പെട്രോളായിട്ട് എന്ന് എഴുതിയേക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായത് പെട്രോളാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ 1 ലിറ്ററും കൂടി പെട്രോൾ ഞാൻ അന്ന് അടിച്ചു. കാരണം നമുക്ക് എത്ര ദൂരം കവർ ചെയ്യാണ്ടെന്ന് കറക്റ്റ് കിലോമീറ്റർ അറിയാത്തതുകൊണ്ട് തന്നെ ഇനി മൈലേജിൻ്റെ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, വഴിയിൽ വെറുതെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് അടിച്ചിട്ടത്. അങ്ങനെ നമ്മൾ അടുത്തത് പിന്നെ പോയത് ബ്രോക്കൺ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടൽ ഭയങ്കര തിര വരുന്നുണ്ട്. പക്ഷേ ഈ തിര വരുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടൊരു ഭാഗം ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ ആളുകൾ ഇറങ്ങി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ഫോറിനേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഡേഞ്ചറസ് ആണെന്നാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഈ തിര ഭയങ്കര ഫാസ്റ്റിൽ അടിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയും അതേപോലെ തന്നെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച കൊണ്ട് ആ ഭാഗത്തോട്ട് ഞാൻ ഇറങ്ങിയില്ല. പക്ഷേ ഒരുപാട് പേര് ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. സായിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അവർ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് തന്നെ അവർ ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ടിട്ട് ഒരു പേടി തോന്നുമായിരുന്നു ആ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ ആ കാഴ്ചയും കണ്ടിട്ട് തിരിച്ച് ബോട്ട് കയറാൻ സ്ഥലത്ത് വന്നു. ശരിക്കും ഞാനിത് പ്ലാൻ ചെയ്തത് ഒറ്റ ദിവസത്താണ് ഈ ഒരു ഐലൻഡ് പോകാനായിട്ട്. അതായത് നുസാപ്പനയുടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ദിവസമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. രാവിലെ ബോട്ട് കയറി പോകുന്നു, വൈകുന്നേരം തിരിച്ച് നമ്മൾ മെയിൻ ഐലൻഡിലോട്ട് വരാം എന്നുള്ള പ്ലാനിലാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളും ഈ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു ദിവസം പോരാ, നമുക്കൊരു ദിവസം ഒരു നൈറ്റെങ്കിലും അവിടെ നിന്ന് 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ നമ്മൾ റിട്ടേൺ പോകാനായിട്ടുള്ള ബോട്ടും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 4:30 കൂടി നമ്മൾ തിരിച്ച് ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് വന്നു. നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് തന്നെ പോയി, അടുത്ത മെയിൻ ബാലി ഐലൻഡിലോട്ട് തന്നെ പോയി. അടുത്ത ദിവസം നമ്മൾ പോയത് ഉബുഡ് എന്ന് പറയുന്ന സ്ഥലം. അത് ബാലിയിലെ ഏറ്റവും മെയിൻ ഫേമസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഉബുഡ്. ഉബുഡിൽ മെയിനായിട്ട് കാണാനുള്ളത് ഈ പാലസ്, അവരുടെ ആർട്ട് മാർക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഉബുഡ് എനിക്ക് തോന്നുന്നു വളരെ പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുള്ളത്, ഈ കുട്ടാ ബീച്ചിൽ കൂടി രാത്രി ഇതുപോലെ സ്ട്രീറ്റ് ഫുഡും കഴിച്ചിങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഈ തായ്ലൻഡിലെ കാണുന്നവരെ കുറേ ലേഡീസ് വഴിയിൽ നിൽപ്പുണ്ടാവും. നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് ആൺകുട്ടികളായതുകൊണ്ട് ഒറ്റക്ക് നടക്കുന്നതുകൊണ്ടും ഇവർ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യും. അതായത് ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. അവർ ആക്ച്വലി ഉപദ്രവം ഇല്ല, പക്ഷെ അവരവരുടെ കച്ചവടം എന്നുള്ള രീതിയിൽ വഴി മൊത്തം കുറേ ലേഡീസ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ നമ്മളെ വലിച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില സ്ഥലത്തുനിന്ന് ഒരു ലോക്കലായിട്ടുള്ള ആൾ ഇവരിങ്ങനെ കൈക്കറി പിടിച്ച സമയത്ത് വിട്, അയാളെ വിട് എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറയുന്ന ഒരു സീൻ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ബാലിയിൽ കൂടി രാത്രി നടക്കുമ്പോൾ ഇത് എനിക്ക് തോന്നിയത് ആണുങ്ങളായിട്ടുള്ള ഒറ്റക്ക് കിടക്കുന്നവർക്കാണ് കൂടുതൽ ഇതേപോലത്തെ പ്രശ്നം വരുമെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ കപ്പിളായാലും അല്ലെങ്കിൽ ലേഡീസ് ഒറ്റക്കായാലും അത്ര പ്രശ്നം ഇല്ല. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി കൺട്രിയും കൂടിയാണ്. പല രാജ്യത്ത് പോയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒറ്റക്ക് കിടക്കുന്ന ആമ്പിള്ളേർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം പല ആളുകളും അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ലേഡീസിൻ്റെ വിഷയം കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് വേറെ പലരും വന്നത് എന്തിനാന്ന് വെച്ചാൽ, രഹസ്യമായിട്ട് വന്നിട്ട് ഇതിങ്ങനെ കയ്യിലിങ്ങനെ ഒരു ഇത് കാണിക്കും. കയ്യിൽ നോക്കുമ്പോൾ കഞ്ചാവ് മയക്കുമരുന്നായിരിക്കും, ഒരു വെള്ളപ്പൊടി ഇങ്ങനെ കാണിക്കും. വേണോ എന്ന് വെച്ചിട്ട് കുറേ പേര് നമ്മൾ വന്നിട്ട് അപ്രോച്ച് ചെയ്യും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും രാത്രിയിൽ നടക്കുമ്പോൾ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഉപദ്രവമില്ല എന്നുള്ളതാണ്. അവർ അവരുടെ കച്ചവടം വേണമെങ്കിൽ മേടിക്കാം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉബിഡിൽ വെച്ചിട്ട് നമ്മളൊരു ടാക്സി ഡ്രൈവറെ പരിചയപ്പെട്ടു. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വെറുതെ നടക്കുമ്പോൾ ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യും. ഓരോ സ്ഥലത്ത് പോകണമെങ്കിൽ ഇത്ര രൂപ. അപ്പോൾ നമുക്ക് വില പേശിയിട്ട് നമുക്ക് റേറ്റ് വേണമെങ്കിൽ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ടാക്സി ഡ്രൈവറെ അങ്ങനെ രാത്രി ഉബിഡി കൂടി നടക്കുമ്പോൾ ഞാൻ പരിചയപ്പെട്ടു. പുള്ളിയുടെ പേര് ദേവജയ എന്നാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാലിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ലെംബുയാങ് ടെമ്പിൾ.
അത് സ്വർഗത്തിൻ്റെ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമൊക്കെയാണ്. കുറേ കാഴ്ചകൾ കാണാനുണ്ട്. മൗണ്ട് അഗൂങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതമൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. അപ്പോൾ എത്ര രൂപയാകും എന്ന് നമ്മുടെ ഡ്രൈവർ ഏട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ 7 ലക്ഷം ആവുമെന്ന് പറഞ്ഞു. 7 ലക്ഷം റുഫിയ. അപ്പോൾ ഞാൻ കുറച്ച് വില പേശി അതൊരു 6 ലക്ഷത്തിലോട്ടാക്കി. അങ്ങനെ പിറ്റേ ദിവസം പ്ലാൻ ചെയ്ത പോലെ രാവിലെ 6 മണിക്ക് നമ്മൾ ഇറങ്ങാണ്. ഈ ലംബുയാങ് ടെമ്പിൾ എന്ന് പറയുന്നത് ഉബിഡിയിൽ നിന്നൊരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങി നമ്മൾ നേരെ ലംബുയാങ് ടെമ്പിളിലോട്ട് നമ്മൾ എത്താണ്. അവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മളൊരു ബസ് എടുത്തിട്ട് വേണം, കാരണം ഒരു കുന്നിൻ്റെ മുകളിലോട്ടാണ്. അവിടെ മാത്രം ഓടുന്ന ഒരു മിനി ബസ്സുണ്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ആ ബസ്സിൽ കയറി നമ്മളവിടെ എത്തുന്നു. ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് 55,000 റുഫിയാണ് റേറ്റ് ആയത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ടോക്കണും കൂടി തരും. എൻ്റെ നമ്പർ 50 ആയിരുന്നു. ഇതെന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അത് മനസ്സിലായത് നേരെ നമ്മൾ ടെമ്പിളിലോട്ട് കുറച്ച് നടന്ന്, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിളിലോട്ട് ചെന്നിട്ട് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാണ്, ഈ ടോക്കൺ എന്തിനാണ് തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരു വലിയ ഇങ്ങനെ ഒരു കവാടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കവാടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഭയങ്കര ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആണ് ഈ കവാടത്തിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ ഫോൺ കൊടുത്താൽ മാത്രം മതി. ആ കണ്ണാടിയുടെ മിറർ എഫക്റ്റ് രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്തു തരും. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് അഗ്നിപർവ്വതമാണ്. അതായത് മൗണ്ട് അഗൂങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ബാലിയിൽ തന്നെ ഏറ്റവും പഴക്കേറിയ ക്ഷേത്രമാണ്. ഞാൻ പോകുമ്പോൾ അവിടെ എന്തോ ചടങ്ങുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല. നമുക്ക് ജസ്റ്റ് ആ സ്റ്റെപ്പ്, ഒരു വലിയൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വരെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചയെ കാണാം. അതുപോലെ തന്നെ മൗണ്ട് അഗൂങ് ആണ് നമ്മൾ നേരെ ഈ ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. ഈ മൗണ്ട് അഗൂങ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനമാണ്. അതായത് പല വർഷങ്ങളിലും ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. 2019 ഈ മൗണ്ട് അഗൂങ് അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ് നേരെ മുമ്പിൽ നമ്മൾ കാണുന്നത്. അതൊരു എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു അനുഭവമാണ് അഗ്നിപർവ്വതം. അതായത് ലൈവായിട്ട് നിൽക്കുന്ന അഗ്നിപർവ്വതം ഞാൻ കാണുന്നത് ഈ ഒരു മൗണ്ട് അഗൂങ് ആണ് ബാലിയിൽ വെച്ചിട്ട്.